നമസ്കാരം. വിന്യാസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിന്റെ റിസൾട്ട് ഇന്ന് കേരള PSC പബ്ലിഷ് ചെയ്യും. വിന്യാസ് അക്കാഡമിയെ സംബന്ധിച്ച് വിന്യാസ് അക്കാഡമിയിലെ 209 കുട്ടികളാണ് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബാച്ചുകളിൽ ഒന്നായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിച്ച കുട്ടികളാണ് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിന് ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നത്. 209 പേര് പരീക്ഷ എഴുതിയതിൽ, ഞങ്ങളിൽ നിന്ന് പഠിച്ച് 209 പേര് പരീക്ഷ എഴുതിയതിൽ ഏകദേശം 45 കുട്ടികളിൽ മുകളിൽ മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരവും അതിലേറെ അഭിമാനവുമുള്ള ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വിജയിച്ച എല്ലാ കുട്ടികൾക്കും, റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ച എല്ലാ കുട്ടികൾക്കും, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നല്ലൊരു കരിയർ ആവട്ടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിന്യാസ് അക്കാഡമിയിലെ പഠിച്ച കുട്ടികളിൽ നിന്ന് നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു റിസൾട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് നമ്പർ 6 ആണ്. അനൂപ് എസ് ആണ് നമ്മുടെ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ 6ാമത്തെ റാങ്കുകാരനാണ് അനൂപ് എസ്. നമ്മളൊപ്പം ചേർന്ന് പഠിച്ച ആളാണ് അനൂപ് എസ്. അതേപോലെ തന്നെ ബൈജു ഇ എന്ന് പറയുന്ന രണ്ടാമത്തെ ആള് റാങ്ക് നമ്പർ 18 ആണ്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ റാങ്ക് നമ്പർ 18 കാണാൻ പറ്റും. ബൈജു ഇ ആണ്. ഇവരൊക്കെ എത്ര മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഉള്ള അടുത്ത ആളെന്ന് പറയുന്നത് 36ാമത്തെ റാങ്ക് മേടിച്ചിരിക്കുന്ന അമീർ അലി ആണ് നമ്മുടെ അടുത്ത റാങ്ക്. 48ാമത്തെ റാങ്ക് മേടിച്ച മേഘ JS ആണ് നമ്മൾക്ക് അടുത്തതായിട്ട് 100ന് മുകളിൽ റാങ്ക് മേടിച്ചിരിക്കുന്ന മറ്റൊരാൾ. പിന്നീട് വന്ന് നൂഫ സയ്യിദ് ഉണ്ട്. 119ാമത്തെ റാങ്ക് മേടിച്ച നൂഫ സയ്യിദ് ഉണ്ട്. പിന്നീട് വന്നിട്ട് അനഘ M ആണ്. 125ാമത്തെ റാങ്കാണ് അനഘ എമ്മിന് കിട്ടിയിരിക്കുന്നത്. പിന്നീട് അഖിൽ രാജ് R ആണ്. 135ാമത്തെ റാങ്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നീട് മുന്നു S ഉണ്ട്. 179ാമത്തെ റാങ്ക്. അതിന് മുന്നേ സൂര്യ K ഉണ്ട്. 163ാമത്തെ റാങ്ക്. ദീപക് K ടോമി എന്ന് പറഞ്ഞാൽ 187ാമത്തെ റാങ്ക്. ശ്രീശാന്ത് 195ാമത്തെ റാങ്ക്. ഇത്രയും പേരാണ് 200നുള്ളിൽ റാങ്ക് സ്കോർ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഷൈജു M 222, അശ്വതി LR 235, സൂരജിത്ത് 247, അബീഷ് റോഷൻ 275, ഷഫീർ ഷാ മുനവീർ 295, ദിൻഷ 337, അങ്ങനെ വന്നിട്ട് അഭിജിത്ത് AM, കൃഷ്ണേന്ദ്രൻ R, അബിൻ വർഗീസ് മുതലായി അങ്ങ് വന്ന് ഏകദേശം ഞങ്ങളുടെ ഗൂഗിൾ ഫോമിൽ കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം ഏകദേശം 48ഓളം കുട്ടികൾ, 45+ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. പക്ഷേ ഞങ്ങളുടെ നേട്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും അതിനെ കുട്ടികളുടെ എഫേർട്ടിന് ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് തന്നെയാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ പഠിച്ചതും അവർ കഷ്ടപ്പെട്ട് ഉറക്കം വിളിച്ച് പഠിച്ചതൊക്കെ തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ തന്നെയാണ്. ഈ വിജയം നിങ്ങളുടെ മാത്രമാണ്. ഞങ്ങൾ അതിനകത്തൊരു പാർട്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒട്ടനവധി കുട്ടികൾ സപ്ലിമെന്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ഏകദേശം ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 18-19 കുട്ടികൾ സപ്ലിമെന്ററി ലിസ്റ്റിലും വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഇത് വലിയ റിസൾട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ബാച്ചുകളിൽ ഒന്നിൽ ഇത്രയും നല്ലൊരു റിസൾട്ട് 209 പേരിൽ 48ഓളം പേരെ നമ്മൾ മെയിൻ ലിസ്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു നേട്ടമാണ്. അതിനെല്ലാവിധമായി വർക്ക് ചെയ്ത എല്ലാ അധ്യാപകർക്കും, അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ കുട്ടികൾക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലോണം വർക്ക് ചെയ്ത് പഠിച്ച് അവരൊരുപാട് ഡൗട്ട് ചോദിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഉറക്കം ഉളച്ചൊക്കെ പഠിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പം നേട്ടത്തിന്റെ എല്ലാവിധമായ ക്രെഡിറ്റുകളും നിങ്ങൾക്ക് മാത്രമാണ്. അപ്പം ഇനിയും മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഇപ്പം കൂടുതൽ ആൾക്കാരും വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ലിസ്റ്റിലുള്ള മിക്ക ആൾക്കാരും ഇലക്ട്രിക്കൽ എല്ലാം തന്നെ സബ് എഞ്ചിനീയറും AE എക്സാമിന്റെ പുറകിലാണെന്ന് അറിയാം. മുന്നോട്ട് പോകുന്ന എല്ലാ എക്സാമുകൾക്കും വിജയം നിങ്ങളുടേതാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് AMV എക്സാമുകൾക്കും അതുപോലെ MMV എക്സാമുകൾക്കും കുറെ ആൾക്കാർ നമ്മളോടൊപ്പം തന്നെ വീണ്ടും ഉണ്ട്. നിങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണോ അതെല്ലാം സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.